എക്സാം അല്ലായിരുന്നോ? ഏതായിരുന്നു നോക്ക്? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എല്ലാം വലിയ ചോദ്യം. ഒരു പേജ് ഒക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ വായിച്ചെഴുതാനോ? സമയം പോകില്ല അത്രയും കൂടെ. അതൊന്നും പറ്റുന്നില്ല. അപ്പൊ ടിപ്പ് പറഞ്ഞു ഞാൻ, നമ്മൾ ഈ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്? ക്വസ്റ്റ്യൻസ് മുഴുവൻ വായിക്കും. മുഴുവൻ വായിച്ചത് നമുക്ക് സമയം പോകും. അപ്പൊ അതിന് നല്ലൊരു കാര്യം, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്യുക? ഈ 4 ഓപ്ഷൻസ് എന്നിട്ട് നമ്മൾ CPT ടെക്സ്റ്റിൽ പോയിട്ട് നോക്കാം. ഈ 4 ഓപ്ഷൻസ് CPT ടെക്സ്റ്റിൽ പോയിട്ട് എടുത്തിട്ട് ആ ഓപ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം നോക്കാം. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എവിടുത്തെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻസ് പോയി നോക്കുക. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ മുഴുവൻ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അവസാനം അവർ എന്ത് കോഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ കോഡ് സർവീസ് എന്നായിരിക്കും, കോഡ് പ്രൊഫഷണൽ കമ്പോണന്റ്, കോഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അനസ്തേഷ്യ കോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കോഡ് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും അവർ ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? മുൻതൂക്കം കൊടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ആദ്യം പോയി വായിക്കാം. അപ്പോൾ അവർ പറയും പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്, പ്രൊസീജിയർ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രൊസീജിയർ ഡൺ എന്താണ് എന്നൊക്കെ അതിനകത്ത് പറയും. അതിൽ തന്നെ നമുക്ക് ഏകദേശം 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പറയാം. പിന്നെ ആ 2 ഓപ്ഷൻസിനൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഈ ക്വസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ വേഗം നമുക്ക് ആൻസർ കിട്ടും. ഇത് കൊള്ളാലോ സംഭവം. ഇപ്പോഴല്ലേ? അടുത്ത എക്സാം ഞാൻ തകർക്കും. ഓ ആയിക്കോട്ടെ.